എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. ഒരു അവധി ദിവസത്തെ വ്ളോഗാണ്. അപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കൂട്ടത്തിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും പ്രിപ്പറേഷനും ഒക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞാൻ എണീറ്റത്. അവധി ആയതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. ഭയങ്കര മഞ്ഞാണ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇവിടെ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റൊന്ന് ഫ്രഷ് ആയതിനു ശേഷം പതുക്കെ അടുക്കളയിലേക്ക് വന്നാണ്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടികൾ നോക്കണം. അപ്പോൾ ആദ്യമേ തന്നെ മുട്ടയൊന്ന് പുഴുങ്ങാനായിട്ട് ഇടാണ്. ഇന്നിപ്പോൾ മുട്ടക്കറിയും ഇടിയപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മുട്ടയൊക്കെ നമ്മൾ പുഴുങ്ങാനായിട്ട് വെക്കുന്നതിന് മുന്നേ വാങ്ങിക്കുന്ന മുട്ടയാണെങ്കിൽ അല്ലെങ്കിലും നമ്മൾ നന്നായിട്ട് ആ മുട്ടയൊന്ന് കഴുകിയതിന് ശേഷം വേണം കേട്ടോ പുഴുങ്ങാനായിട്ട് ഇടാനായിട്ട്. അങ്ങനെ മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ട് ഗ്രീൻ ടീക്ക് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളമാണ് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത്. അങ്ങനെ ഗ്രീൻ ടീയുടെ വെള്ളമൊക്കെ റെഡിയായി കഴിഞ്ഞ് ഗ്രീൻ ടീ ഒക്കെ എടുത്ത് ഞാൻ പതുക്കെ ബാൽക്കണിയിലേക്ക് പോയതാണ് കേട്ടോ. അവധി ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് മാറ്റി വയ്ക്കാം. ഇങ്ങനെ തിരക്കുകളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് കുറേ സമയം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ഫീൽ കിട്ടും. ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് ആ ഒരു ദിവസം ഫുള്ള് നമുക്ക് കൊണ്ടുപോകാനായിട്ടും പറ്റും. വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ. അങ്ങനെ ഗ്രീൻ ടീ ഒക്കെ കുടിച്ചിട്ട് പതുക്കെ അടുക്കളയിലേക്ക് വന്നിട്ട് മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് സവോളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതൊന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് കട്ട് ചെയ്യാറ്. ചുരുക്കം ചില സമയങ്ങളിലേ ഉള്ളൂ ഞാൻ കൈ വെച്ചിട്ട് അരിഞ്ഞെടുക്കാറ് കേട്ടോ, കയ്യിൽ തന്നെ വെച്ചിട്ട്. അപ്പോൾ സവോളയൊക്കെ കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ കുടിക്കാനായിട്ടുള്ള വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം തിളയ്ക്കാൻ വെക്കുന്ന ടൈമിലാണ് ഞാൻ എണ്ണയൊന്ന് ഉരുകാനായിട്ട് ആ ബോട്ടിലൊന്ന് എടുത്ത് നമ്മൾ വെള്ളം തിളയ്ക്കാൻ വെച്ചതിൻ്റെ സൈഡിലേക്ക് വെക്കും. അപ്പോൾ ആ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും എണ്ണയും ഒന്ന് ഉരുകി വന്നിട്ടുണ്ടാവും. ഇനിയിപ്പം മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ചെറിയ ഉരുളി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സവോള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു 2.5 മീഡിയം സൈസിലുള്ള സവോളയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വഴറ്റിക്കൊണ്ടിരുന്ന ടൈമിൽ തന്നെ ഗ്യാസ് തീർന്നു പോയി കേട്ടോ. അപ്പോൾ ഗ്യാസ് തീർന്നു പോയപ്പോഴത്തേക്കും ഞാൻ ദിനുവിനെ വിളിച്ചിട്ട് ഗ്യാസ് ഒന്ന് മാറ്റി വെപ്പിക്കുകയാണ്. കറക്റ്റ് അവധി ദിവസം ആയതുകൊണ്ട് കുഴപ്പമില്ല. അതേസമയം വർക്കിംഗ് ഡേയ്സിലാണെന്നെങ്കിൽ നമുക്ക് പിന്നെയും കുറേ താമസം വന്നേനെ. അതുകൊണ്ട് തന്നെ എന്തായാലും പെട്ടെന്ന് ഗ്യാസൊക്കെ മാറ്റി വെച്ചിട്ട് വീണ്ടും മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പേസ്റ്റ് ആയതുകൊണ്ടാണ് ഈ ടൈമിൽ ചേർക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതാണെങ്കിൽ ഫസ്റ്റിൽ അതൊന്ന് വഴറ്റിയതിന് ശേഷം സവോള ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാൻ റൈസ് കുക്കറിൽ അരി തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇറക്കി വെക്കുകയാണ് കേട്ടോ. ഒരു 10-15 മിനിറ്റ് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ദിനു എന്തായാലും എഴുന്നേറ്റത് കൊണ്ട് തന്നെ പിന്നെ പോയി കിടന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കട്ടൻ ചായ എടുത്ത് ദിനുവിന് കൊണ്ട് കൊടുത്തിട്ട് പതുക്കെ ബാൽക്കണിയിൽ നിന്നിട്ട് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ സവോളയൊക്കെ വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം. ഇത്രയും പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ വഴറ്റണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വഴറ്റിക്കൊണ്ടിരുന്നപ്പോഴാണ് ദിനു ആണെങ്കിൽ ബാൽക്കണി കിടന്ന് ഊഞ്ഞാലാണെങ്കിൽ എടുത്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് വെച്ചു. കാരണം ഊഞ്ഞാലിൽ കിടക്കുന്ന സൈഡിൽ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കതൊന്ന് എടുത്തു മാറ്റാൻ പറ്റത്തില്ല, ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ദിനു അതൊന്ന് എടുത്തു മാറ്റിയിട്ട് ആ ഭാഗമൊക്കെ ഒന്ന് തൂത്തുവാരി ക്ലീൻ ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ട് അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തീർത്തും ഓപ്ഷണലാണ്. പക്ഷേങ്കിൽ ഈ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഈ മുട്ടക്കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വെള്ളം ഒന്നിച്ച് ഞാൻ ഒഴിക്കത്തില്ല, കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് വീണ്ടും തിക്കായി വരുമ്പം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ചിട്ട് നമ്മൾ ആ ഗ്രേവി ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ ഗ്രേവി റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ മുട്ട പുഴുങ്ങിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ മുട്ടയെല്ലാം ഒന്ന് വരഞ്ഞിട്ടിട്ട് കൊടുക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്കും ആ ഗ്രേവിയൊക്കെ മുട്ടയ്ക്കുള്ളിലേക്കും പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ മുട്ടയെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ടാകും. വേണമെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് നോക്കുക, ഉപ്പും ആ ഒരു മധുരത്തിൻ്റെയും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. എരിവൊന്നും കൂടുതലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു മുട്ടക്കറി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ മുട്ടക്കറി റെഡി ആയപ്പോഴത്തേക്കും പാത്തൂസ് എഴുന്നേറ്റ് വന്നു കേട്ടോ. പാത്തു എഴുന്നേറ്റ് വന്നിട്ട് ദിനുവിൻ്റെ അടുത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും കൂടെ അടുത്ത് കിടക്കുവാണെങ്കിൽ അവൾ കുറേ സമയം ഉറങ്ങും. നമ്മൾ 2 പേരും എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവൾ കിടക്കത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇടിയപ്പത്തിന് മാവ് ഇതിനിടയ്ക്ക് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിതിന് മുന്നേ ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുള്ളതാണ്. കാരണം ഞാൻ
വെള്ളത്തിലേക്ക് പൊടിയിട്ടാണ് കുഴയ്ക്കാറ് കേട്ടോ. അങ്ങനെ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇടിയപ്പം ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇടിയപ്പം ഉണ്ടാക്കി എടുക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പാത്തൂനൊന്ന് അതൊന്ന് കറക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ വന്നിരുന്ന് ഒന്ന് കറക്കി തരുവാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇരട്ടിപ്പണിയാണ്. എന്നാലും വഴക്കുണ്ടാക്കാതിരിക്കാനും ആൾ ഹാപ്പി ആയിട്ടിരിക്കാനും നമ്മളിങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒന്ന് അവരെയും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കും സമാധാനം ഉണ്ടാകും, അവരും ഹാപ്പിയാകും. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ക്രിസ്മസ് ട്രീയുടെ ആ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കുകയാണ്. കാരണം നമുക്ക് പനിയായിരുന്നത് കൊണ്ട് കുറേ നാൾ ഇതിങ്ങനെ തന്നെ ഇരുന്നു കേട്ടോ. ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ ദിവസമായി, പക്ഷെങ്കിൽ അത് എടുത്ത് വെക്കാനായിട്ട് പറ്റിയില്ല. നമുക്ക് 3 പേർക്കും വയ്യാഴിക ആയിരുന്നത് കൊണ്ട് തന്നെ അതൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. എന്തിനാ കരയുന്നേ? എന്താ കരയുന്നേ? എന്താ പ്രശ്നം? സ്കൂളിൽ പോണോ? കുഞ്ഞിന് വയ്യാത്തോണ്ടല്ലേ സ്കൂളിൽ പോവാഞ്ഞേ? നാളെ അമ്മ സ്കൂളിൽ വിടാം. നാളെ ഉള്ളു, ഇന്ന് അവധിയാ. നാളെ സ്കൂളുള്ളൂ, നാളെ വിടാം കേട്ടോ. കുഞ്ഞിന് പനിയല്ലായിരുന്നു, അതുകൊണ്ടല്ലേ നമ്മൾ പോവാഞ്ഞേ. പനി കുറഞ്ഞോ? കുറഞ്ഞാ നാളെ വിടാം കേട്ടോ. ആ ക്രിസ്മസ് ട്രീ എടുത്ത് വെക്കുന്ന സമയത്ത് അവൾക്ക് സ്കൂൾ ഓർമ്മ വന്നു. സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷനും അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ. അങ്ങനെയാണ് കേട്ടോ അവൾ കരഞ്ഞത്. അപ്പം ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ പോയില്ലല്ലോ, പനിയായിരുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇനിയിപ്പം സ്കൂളിൽ വിട്ട് തുടങ്ങണം. അവൾക്ക് അതിൻ്റെ സങ്കടമായിരുന്നു. അങ്ങനെ കരച്ചിലൊക്കെ കഴിഞ്ഞ് പോയി പല്ലൊക്കെ തേച്ച് മുടിയൊക്കെ കെട്ടി ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഇടിയപ്പം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇടിയപ്പം റെഡി ആയപ്പോഴത്തേക്കും അവൾക്ക് ഞാൻ ആദ്യമേ കൊടുത്തു കാണണം, അല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൾ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളും കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇടിയപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന ടൈമിൽ നിങ്ങളെല്ലാവരും ഈ ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ നമ്മൾ രണ്ടുപേരും കൂടെ കഴിക്കുകയാണ്. അതിനും ഒന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഞാൻ നമ്മുടെ ചെടിയിലാണെങ്കിൽ കണ്ടില്ലേ 2 ഇല ഇങ്ങനെ മഞ്ഞ കളറായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചെടിയിലെ ഇലകൾ ഈ ഒരു മഞ്ഞ കളറായി വരുന്നത്. ഞങ്ങൾക്ക് പനിയായ സമയത്ത് തന്നെയാണ് കേട്ടോ ഈ ഇലകളുടെ കളറും മാറിയത്. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്കത് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് പറ്റിയില്ല. ഇനിയിപ്പോൾ അത് വെച്ചുകൊണ്ടിരിക്കേണ്ട, കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് കട്ട് ചെയ്ത് മാറ്റുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ദിനവും പാത്തും കൂടെ കടയിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പനിയായിരുന്നതുകൊണ്ട് കുറേ ദിവസം നമ്മൾ കഞ്ഞി തന്നെയായിരുന്നു. അപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ചു മടുത്ത് ഇനിയിപ്പം കുറച്ച് മീനൊക്കെ കൂടി ചോറുണ്ണാനായിട്ട് എല്ലാവർക്കും ആഗ്രഹം. അങ്ങനെ മീനുണ്ടോ എന്ന് നോക്കാനായിട്ടാണ് കടയിലേക്ക് പോയത്. അപ്പോൾ അവർ പോയ സമയം കൊണ്ട് പെട്ടെന്ന് ഞാൻ വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അധികം ക്ലീനിങ് ഒന്നുമില്ല, കാരണം ഞാൻ തലേന്ന് തന്നെ എല്ലാം ക്ലീൻ ആക്കി വെക്കും. പിന്നെ അടുക്കളയിലാണെങ്കിൽ കഴുകാനിടാവുന്ന പാത്രങ്ങളൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി, റൂമാണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഷീറ്റൊക്കെ വിരിച്ച് വൃത്തിയാക്കിയിട്ടു. അവധി ദിവസങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് ഇരട്ടി പണിയാവും കുക്കിങ്ങും ക്ലീനിങ്ങും. അതുകൊണ്ട് തന്നെ ഞാൻ തലേന്ന് തന്നെ അത്യാവശ്യം ക്ലീനിങ് ഒക്കെ ചെയ്ത് വെക്കും. അപ്പം അന്നത്തെ ദിവസം നമുക്ക് വലിയ ക്ലീനിങ്ങിൻ്റെ പണിയില്ല, കുക്കിങ്ങിൻ്റെ പണി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ്ട് പാലക്ക് അവർ പോയിട്ട് വന്നപ്പോഴത്തേക്കും പാലക്കും മീനും ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ പാത്തു ആണെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ കയറി സ്ലൈമും മേടിച്ചു കേട്ടോ. അപ്പോൾ പാത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവളുടെ മേലൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം ഡ്രസ്സൊക്കെ മാറ്റിയതാണ്. എന്നിട്ട് പാത്തു അവിടെ നിന്ന് സ്ലൈമിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഇനിയിപ്പം ഇന്ന് കൊഞ്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൊഞ്ചൊന്ന് തീയൽ വെക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കാനായിട്ട് പോകണം കേട്ടോ. ഈ പാത്രം കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട, ഞാൻ തേങ്ങ വറക്കാനൊക്കെ യൂസ് ചെയ്യുന്ന പാത്രമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ പാത്രം, അതുകൊണ്ടാണ് കേട്ടോ ഇതുവരെ കളയാത്തത്. അപ്പോൾ തേങ്ങ വറക്കാനായിട്ട് ഞാൻ 1.5 കപ്പ് തേങ്ങയും ഒരു 3 കൊച്ചുള്ളി അരിഞ്ഞതും അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തേങ്ങ ഇങ്ങനെ വറുത്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം, കരിയാതെ. അങ്ങനെ വറുത്ത് അത് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് അതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ പൊടികളുടെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്കതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അതിൻ്റെ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ കൊണ്ടുവന്ന് മീനൊക്കെ ദിനം ഒന്ന് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കൊഞ്ച് തീയലിനൊക്കെ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. കൊച്ചുള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ പാലക്ക് കൊണ്ടുവന്നതാണെങ്കിലും കഴുകിയെടുത്ത് വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ എല്ലാം അടുപ്പിച്ച് വെക്കും കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് എല്ലാ ഡിഷും കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ടൈം ലാഭിക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ കൊഞ്ച് തീയലിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കൊഞ്ചൊന്ന് പുളി ഇട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി
ഇട്ട് ഉപ്പും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പം ഡയറക്റ്റ് കൊഞ്ച് അതിലേക്ക് ഇടാറുണ്ട്. ചില സമയത്ത് ഞാനിങ്ങനെ ഈ പുളിക്കകത്തിട്ടൊന്ന് വേവിച്ചതിന് ശേഷം കൊഞ്ച് തീയലിലേക്ക് ഇടാറുണ്ട്. രണ്ടും നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആ പുളിയൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൊഞ്ചിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ അയല വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ അയലയാണെങ്കിലൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഫ്രൈ ചെയ്താൽ മതിയല്ലോ. കൂടുതൽ മത്തിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും മാരിനേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ പാലക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത് തോരൻ വെക്കാനായിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കും അതിലേക്ക് പാലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഇലക്കറികളൊക്കെ കഴിക്കണം, അതാണ് നമുക്ക് എപ്പോഴും നമ്മുടെ ഹെൽത്തിന് നല്ലത്. അപ്പം പാലൊക്കെ കുറച്ചധികം വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒന്നിച്ച് ഞാൻ കുറച്ചെടുത്ത് ഞാൻ അരിഞ്ഞത് ഫ്രിഡ്ജിലും വെച്ചു, ബാക്കി എടുത്തിട്ട് തോരനും വെക്കുകയാണ്. ഇനിയിപ്പോൾ കൊഞ്ച് തീയൽ വെക്കാനായിട്ട് ചട്ടി ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു. കടുകൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി അരിഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു 10-20 കൊച്ചുള്ളി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കൊച്ചുള്ളി ഇട്ട് കൊടുത്ത് അതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അതൊന്ന് വഴണ്ട് വരട്ടെ, ഒന്ന് വാടി വരണം കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ പാലക്കിലെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നപ്പോൾ അതിലേക്ക് വേണ്ട അരപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാലക്ക് തോരന് കുഴഞ്ഞു പോകാതെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇനി പാലക്ക് വെക്കുന്ന ടൈമിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ആ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പടവലങ്ങി ഒരു മുരിങ്ങയ്ക്കയും കൂടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾ കൊഞ്ച് തീയൽ വെക്കുന്ന സമയത്ത് പടവലങ്ങയും മുരിങ്ങയ്ക്കയും ഒന്നും ഇടാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് നോക്കി ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലക്ക് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാം കുക്ക് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം അടുപ്പിച്ച് വെച്ചതിന് ശേഷം മാത്രമേ കുക്ക് ചെയ്യാൻ തുടങ്ങാറുള്ളൂ. അപ്പോൾ അങ്ങനെയാകുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കുക്കിംഗ് തീർക്കാനായിട്ട് പറ്റും, പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതെല്ലാം വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് ഒരു പച്ചമുളകും അതുപോലെ തന്നെ നന്നായിട്ട് പഴുത്തൊരു തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തക്കാളി ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ തേങ്ങ വറുത്തില്ലേ, അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അത് തേങ്ങയ്ക്കകത്ത് എണ്ണയുണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ എണ്ണമയം ഉണ്ടാകും. അതേസമയം നമ്മൾ വറുക്കുന്ന സമയത്ത് തേങ്ങയ്ക്കകത്ത് എണ്ണമയം കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മളൊന്ന് തേങ്ങ വറുത്താൽ മതിയാകും. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ, എന്നാൽ പോലും നല്ല എണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കൊഞ്ചുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ആ പുളി ഞാനിനി ചേർക്കുന്നില്ല, കാരണം പുളി ആ ഒരു കൊഞ്ചിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ പുളി ചേർക്കുന്നില്ല. പിന്നെ ആ മിക്സിയുടെ ജാറൊക്കെ കഴുകി നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം ചേർക്കുമ്പം ചൂടുവെള്ളം ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് മീനൊന്ന് വറുത്തെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അയല ഒന്ന് വറുത്തെടുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ആ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അയല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അയല വറുത്ത് കഴിഞ്ഞിട്ട് ബാക്കി മത്തിയും കൂടെ വറുത്തെടുക്കണം. അപ്പോഴേക്കും കൊഞ്ച് തീയൽ ഏകദേശം റെഡിയായി വന്ന് അതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു 2 പിഞ്ചോളം നമ്മൾ ഉലുവ ഉണ്ടല്ലോ, ഉലുവ വറുത്ത് പൊടിച്ചതും അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ കൊഞ്ച് തീയൽ റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ ഉപ്പൊക്കെ നോക്കണം കേട്ടോ, ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന്. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ അയലയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മത്തിയും കൂടെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഊണിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അതിനിടയ്ക്ക് ഞാൻ ചോറാണെങ്കിലും തിളപ്പിച്ച് വാർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. മത്തി വറുത്തത്, അയല വറുത്തത്, ചോറ്, പാലക്ക് തോരൻ, കൊഞ്ച് തീയൽ, പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. അപ്പം ഈ മീനൊക്കെ വറക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പം ഭയങ്കര സ്മെല്ല് വരുള്ളൂ. അപ്പോൾ പല സമയങ്ങളിൽ വറക്കാതെ ഞാൻ വൈകിട്ടത്തേക്കിനും കൂടെ കൂട്ടിയിട്ട് വറുത്ത് വെക്കും കേട്ടോ. അതാകുമ്പോൾ ഒന്നിച്ച് ആ ഒരു സ്മെല്ല് വന്നു കഴിഞ്ഞാൽ ഒരു കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും പൊക്കോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പാത്തൂന് ഫുഡ് കൊടുത്തായിരുന്നു, അതിന് ശേഷമാണ് ഞങ്ങൾ കഴിക്കുന്നത്. അങ്ങനെ പാലക്ക് തോരനും കൊഞ്ച് തീയലും മീൻ വറുത്തതും എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ഉച്ചക്കത്തെ ഊണ് കഴിക്കുകയാണ്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ മീനൊക്കെ കൂട്ടി ചോറുണ്ടെന്നത്, അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്നൊന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു, ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടച്ചു. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരേ ജോലികൾ എല്ലാ ദിവസവും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും. അങ്ങനെ മടുപ്പ് തോന്നാതിരിക്കാനായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത്
ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാനാണെങ്കിൽ ജോലികൾ ചെയ്യുന്ന സമയത്ത് പാട്ട് കേൾക്കുകയും അതുപോലെ ഇഷ്ടമുള്ള വീഡിയോസൊക്കെ വെച്ച് അത് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടുമാണ് എൻ്റെ ജോലികളൊക്കെ തീർക്കാറ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഞാൻ ക്ലീനിങ്ങിന് വലിയ ടൈം സ്പെൻഡ് ചെയ്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തും. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് മടുപ്പില്ലാതെ തന്നെ നമ്മുടെ ജോലികളൊക്കെ ഹാപ്പി ആയിട്ട് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ മടുപ്പില്ലാതെ ജോലികൾ ചെയ്ത് തീർക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഐഡിയാസ് എന്തൊക്കെയാണെന്നും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്